ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ബലേനോവും അതുപോലെ പുതിയ സ്വിഫ്റ്റും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ പോലത്തെ സംഭവമാണ്. അതായത് സ്വിഫ്റ്റ് എടുക്കാനുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് പറയും, അതുപോലെ സ്വിഫ്റ്റിൻ്റെ മേലെ ബലേനോ എടുക്കാനുള്ള പോയിന്റ്സ് നമ്മൾ പറയും. അതാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ഇപ്പം ഇങ്ങനൊരു കമ്പാരിസൺ നമ്മൾ ചെയ്യാനുള്ള കാരണം രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് ഒരു പരിധി വരെയൊക്കെ സിമിലർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. എനിവേ നമുക്ക് ആദ്യം സ്വിഫ്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്ന് നോക്കാം. ഇപ്പോൾ ഡയമെൻഷൻസ് എന്ന കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും സ്വിഫ്റ്റ് ബലേനോയേക്കാൾ വലുതാണെന്ന് പറയാൻ പറ്റില്ല. ആകപ്പാടെ ചെറിയൊരു ഡിഫറൻസ് പറയാൻ പറ്റുന്ന ഹൈറ്റിലാണ്. 1520 മില്ലിമീറ്റേഴ്സാണ് സ്വിഫ്റ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അത് ബലേനോയേക്കാൾ 20 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. ബാക്കി ഏത് ആസ്പെക്റ്റ് നോക്കിയാലും സ്വിഫ്റ്റിൻ്റെ സൈസ് അതുപോലെ ബാക്കി ഡയമെൻഷൻസ് എല്ലാം തന്നെ ബലേനോയേക്കാൾ ചെറുതാണ്. അത് ഞാൻ ബലേനോയുടെ പ്ലസ് പോയിന്റ് ആയിട്ട് അവിടുത്തെ ഡയമെൻഷൻസ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് നമ്മൾ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വിഫ്റ്റിൽ അഡീഷണൽ കിട്ടുന്ന എന്തൊക്കെയാണെന്ന്. അതിപ്പം ഒബ്വിയസ്ലി ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം ബലേനോയുടെ താഴെ നിൽക്കുന്ന സെഗ്മെൻറ്റിലുള്ള വാഹനമാണ് സ്വിഫ്റ്റ്. അതുകൊണ്ട് തന്നെ 6 എയർ ബാഗ്സ് ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബലേനോയ്ക്ക് ഇപ്പോഴും ബേസ് മോഡലൊക്കെ 2 എയർ ബാഗേ ഉള്ളൂ, ടോപ്പ് എൻഡിലാണ് 6 എയർ ബാഗ്സ് കിട്ടുന്നത്. ആ ഒരു പ്ലസ് പോയിന്റ് സ്വിഫ്റ്റിന് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പം കുറച്ച് കാലം കൊണ്ട് ബലേനോയിൽ അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുമായിരിക്കും. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിലും 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആണ് 3 പേർക്കും. ബലേനോയിൽ ബാക്കിൽ 2 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ഉള്ളൂ. നടുവിലത്തെ പാസഞ്ചറിന് ലാബ് ബെൽറ്റ് ആണ് കിട്ടുന്നത്. ഫീച്ചേഴ്സിൻ്റെ കേസിൽ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ബലേനോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്വിഫ്റ്റ് നമുക്കൊരു സ്പോർട്ടി നേച്ചറുള്ള വാഹനമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാറാണ്. കാരണം പണ്ട് മുതലേ സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല സ്പോർട്ടി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്ന ഒരു വാഹനമായിരുന്നു. ആൻഡ് ഇപ്പോഴാണെങ്കിലും 3rd ജെൻ മോഡലായ സമയത്ത് തന്നെ സ്റ്റിയറിംഗ് ഫീലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് താഴേക്ക് പോയി. പക്ഷെ എന്നാൽ പോലും നമ്മൾ മൊത്തത്തിലുള്ള സസ്പെൻഷൻ സെറ്റപ്പും അതുപോലെ കോർണറിംഗ് കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് എക്കാലത്തും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജെൻ വളരെ നല്ലതായിരുന്നു. 3rd ജെൻ കുറച്ച് ഡൈല്യൂട്ടായി. ഇനിയിപ്പോൾ 4th ജെൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും അവരുടെ ഇപ്പോൾ വരുന്ന മാരുതി സുസുക്കി വാഹനങ്ങളൊക്കെ അവർ പിന്നെയും കുറച്ചും കൂടെ ഹാൻഡ്ലിംഗ് ബെറ്റർ ആക്കി വരുന്നുണ്ട്. അതുകൊണ്ട് 3rd ജെൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ബെറ്റർ ആയിരിക്കും. അവരെൻ്റെ സസ്പെൻഷനിലും ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, സ്റ്റിയറിംഗിന് കാലിബ്രേഷനും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായും റിഫ്ലക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും അത്യാവശ്യം സ്പോർട്ടി നേച്ചറുള്ള ഡിസൈനാണ്. അതാണ് സംഭവം. പിന്നെ ഇനി അടുത്ത പ്ലസ് പോയിന്റ് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ മൈലേജ് ആണ്. ഈവൻ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് 3 സിലിണ്ടർ എഞ്ചിനാക്കി ഡിസ്പ്ലേസ്മെൻറ്റ് ആക്ച്വലി കുറഞ്ഞിട്ടില്ല, 1197 cc തന്നെയാണ്. പക്ഷേ ഒരു സിലിണ്ടർ കുറച്ചു എന്നുള്ളൊരു വ്യത്യാസം തീർച്ചയായും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജ് ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട്. 10 to 14% വരെയാണ് മൈലേജ് കൂടിയിരിക്കുന്നത്. 24.8 kmpയിലാണ് ഒരു മാനുവലിൽ ക്ലെയിം ചെയ്യുന്നത്, 25.75 kmpയിലാണ് ഓട്ടോമാറ്റിക്കിന് ക്ലെയിം ചെയ്യുന്നത്. അത് ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ കൂടുതലാണ്. കാരണം ബലേനോയുടെ മാനുവലിന് 22.35 kmpയിലും ഓട്ടോമാറ്റിക്കിന് 22.94 kmpയിലുമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതായത് വളരെ ബെറ്ററാണ്. 3 kmpയിലോളം വ്യത്യാസമുണ്ട് എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അഡ്വാൻറ്റേജ് ഈ പുതിയ എഞ്ചിൻ്റെ ആണ്. ഇതിപ്പം Z12E എന്ന് പറയുന്ന പുതിയ സീരീസിൽ വരുന്ന Z സീരീസ് എഞ്ചിനാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. K സീരീസ് എഞ്ചിൻ അത്യാവശ്യം ഹയർ റേവിംഗ് ആയിരുന്നു എങ്കിൽ പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് മിഡ് റേഞ്ചിൽ ലോ ആൻഡ് പെർഫോമൻസ് കുറച്ച് ലാക്കിംഗ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സുസുക്കി പറയുന്നത് അവർ കൂടുതലും മിഡ് റേഞ്ചും അതുപോലെ ലോ ആൻഡ് പെർഫോമൻസിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് റെവ് ചെയ്ത് അങ്ങോട്ട് ആകാശത്തേക്ക് പോയിട്ട് പവർ ഉണ്ടാക്കേണ്ട കാര്യമില്ല, കുറച്ചും കൂടെ താഴത്തെ RPMൽ തന്നെ നമുക്ക് പവർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഓൺ പേപ്പർ പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇത് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. 80 bhpയും അതുപോലെ 112 Nm ടോർക്കുമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ബാക്കി ഓട്ടോമാറ്റിക് ഒക്കെ 2 വണ്ടികളും സെയിം ആണ്. AMT ഓട്ടോമാറ്റിക് ആണ് രണ്ടിലും കിട്ടുന്നത്. പിന്നെ 5 സ്പീഡ് മാനുവലിൽ രണ്ടിലും സ്റ്റാൻഡേർഡ് ആണ്. സ്വിഫ്റ്റിലാണെങ്കിൽ നമുക്ക് ബേസ് മോഡൽ മാനുവലിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഇല്ല. ബലേനോയിലും അങ്ങനെ തന്നെയാണ്. സിഗ്മയിൽ ഓട്ടോമാറ്റിക് ഇല്ല, മാനുവലേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ വരുന്ന വേരിയൻസിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ കേസിൽ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ബലേനോയുടെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഡയമെൻഷൻസിൽ നല്ല വ്യത്യാസം വരും. കാരണം ബലേനോ കുറച്ചുകൊണ്ട് വലിയ വാഹനമായതുകൊണ്ട് തന്നെ ലെങ്ത്ത് കൂടുതലാണ്. 3990 മില്ലിമീറ്റേഴ്സാണ് ബലേനോയുടെ ലെങ്ത്ത്. സ്വിഫ്റ്റിൻ്റെ 3860 മില്ലിമീറ്റേഴ്സേ ഉള്ളൂ. അതായത് 130 mm വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വീൽ ബേസിൽ നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും. സ്വിഫ്റ്റിൽ 2550 mm ഉള്ളൂ, ഇതിൻ്റെ അകത്ത് 2520 mm ഉണ്ട്. 70 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. ബാക്കി വിട്തൊക്കെ ബലേനോയ്ക്ക് 10 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ബലേനോ 170 mm ആണ്, സ്വിഫ്റ്റ് 163 mm ആണ്. ഡയമെൻഷൻസിൻ്റെ കേസിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ഫീച്ചേഴ്സ്, അതായത് ബലേനോയിൽ എന്തൊക്കെയാണ് സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടുന്നത് എന്ന് നോക്കാം. അതിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ്, സ്വിഫ്റ്റിൽ അത് വരുന്നില്ല. അതുപോലെ
തന്നെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതും സ്വിഫ്റ്റിൽ അവൈലബിൾ അല്ല. സ്വിഫ്റ്റിൽ ജസ്റ്റ് റിയർ പാർക്കിംഗ് ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ഇതൊന്നും അല്ലാണ്ട് ഒരുപാട് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുപോലെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം എക്സാക്ട്ലി സെയിം ആണ്. 9 ഇഞ്ചാണ് രണ്ടിലും വരുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ സെയിം ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഡിഫറൻസ് 16 ഇഞ്ച് അലോയ് വീൽസ് നമുക്ക് ബലേനോയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ സ്വിഫ്റ്റിൽ അവർ പുതിയ ജനറേഷൻ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും അതിൻ്റെ അകത്ത് 15 ഇഞ്ച് അലോയ് വീൽസ് മാത്രമാണ് ടോപ്പ് എൻഡിലും കൊടുക്കുന്നത്. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ബലേനോയിൽ ഓട്ടോ ഡിമ്മിങ് IRVMs അവൈലബിൾ ആണ്. സ്വിഫ്റ്റിൽ ഇപ്പോഴും മാനുവൽ ഡേ നൈറ്റ് IRVMs തന്നെയാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കേസ്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് നമുക്ക് ബലേനോയിൽ കിട്ടുന്ന സ്പേസിൻ്റെ കാര്യത്തിലാണ്. അതിപ്പം ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഏത് രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും സ്പേസിൻ്റെ കാര്യത്തിൽ ബലേനോ വളരെ വളരെ മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഇതിന് 70 മില്ലിമീറ്റേഴ്സ് വീൽ ബേസ് കൂടുതലായതുകൊണ്ട് തന്നെ അത് നമുക്ക് ക്യാബിൻ സ്പേസ് അഡീഷണൽ കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലിയ വണ്ടിയാണ്. അത് മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു കംഫർട്ടൊക്കെ എടുക്കുകയാണെങ്കിലും ബലേനോയുടെ സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ആണ് എന്ന് തന്നെ പറയാം. ഏതായാലും രണ്ട് വണ്ടികളിലും ബാക്കിൽ ആംബ്രസ്റ്റ് അവൈലബിൾ അല്ല. ബലേനോയിൽ ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് ഉണ്ട്, സ്വിഫ്റ്റിൽ അതില്ല. പക്ഷെ എന്നാലും ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബലേനോയിലൊക്കെ ആംബ്രസ്റ്റ് കൊടുക്കേണ്ടതായിരുന്നു. ഇത്രയും കുറച്ചുകൂടെ പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്നൊരു വണ്ടിയാണല്ലോ, അതുകൊണ്ട്. ഇനി അതല്ലാണ്ട് നമ്മുടെ ബൂട്ട് സ്പേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതും ബലേനോയിൽ തന്നെയാണ് കൂടുതൽ. 318 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ബലേനോയിൽ കിട്ടുന്നത്. പക്ഷേ അതേസമയം സ്വിഫ്റ്റിൽ 265 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അവിടെയും അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ രണ്ട് വണ്ടികളും 60-40 സ്പ്ലിറ്റ് സീറ്റ്സും ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ബലേനോയുടെ ഡോർ പാഡ്സിൽ കിട്ടുന്ന സോഫ്റ്റ് ടച്ച് ഫിനിഷ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലെതററ്റ് ഫിനിഷ് പോലത്തെ മെറ്റീരിയൽ നമ്മൾ കൈ വയ്ക്കുന്ന സ്ഥലത്ത് ഡോർ പാഡ്സിൽ കിട്ടുന്നുണ്ട്. സ്വിഫ്റ്റിൽ പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടിയും വരുന്നില്ല. ഫുള്ളി ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഡാഷ്ബോർഡിൽ ഓക്കെ, നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ ബലേനോയിൽ അത് കിട്ടുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഡോർ പാഡ്സിലെങ്കിലും അവർക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുക്കായിരുന്നു. പക്ഷെ കൊടുത്തിട്ടില്ല. ബലേനോയിലാണ് അത് കിട്ടുന്നത്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഒബ്വിയസ്ലി ഈ വാഹനത്തിൽ വരുന്ന എഞ്ചിനാണ്. നമുക്ക് സ്വിഫ്റ്റിൽ കിട്ടുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ്. പക്ഷേ ബലേനോയിലേക്ക് വരുമ്പോഴേക്കും 4 സിലിണ്ടർ K സീരീസ് പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഹയർ റിവിങ് നേച്ചറൊക്കെ ഉള്ളൊരു എഞ്ചിനാണ്. പക്ഷേ ഇത് ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന K12 എഞ്ചിൻ പോലെയല്ല ഇപ്പോഴത്തെ K12. കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഡുവൽ ജെറ്റൊക്കെ ആക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു ഹയർ റിവിങ് നേച്ചറൊക്കെ കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറഞ്ഞു. എനിവേ, നമുക്കിപ്പം ഈ ഒരു പുതിയ Z സീരീസ് എഞ്ചിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ സിലിണ്ടർ വൈസ് കപ്പാസിറ്റിയിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ഇത്രയൊക്കെയാണ് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതൊരു കുറച്ചുകൂടെ മുകളിൽ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വണ്ടിയാണ്, സൈസ് കൊണ്ടും അതുപോലെ കംഫർട്ട് കൊണ്ടും ഒക്കെ, അതും വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇത്രയൊക്കെ പ്ലസ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബലേനോ മുകളിലത്തെ സെഗ്മെൻറ്റിലെ വണ്ടി ആയതുകൊണ്ട് സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. നമ്മളിവിടെ കമ്പയർ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈസാണ്. അതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു കമ്പാരിസൺ തന്നെ ഇവിടെ വരില്ലായിരുന്നു. പക്ഷേ ഈ രണ്ട് വണ്ടികളുടെയും പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി ഞാൻ നേരത്തെ ഇട്ട പ്രൈസ് കമ്പാരിസൺ വീഡിയോയിൽ ബലേനോയുടെ പ്രൈസൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബലേനോയുടെയും അതുപോലെ സ്വിഫ്റ്റിൻ്റെയും ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ജസ്റ്റ് 17,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് ബലേനോ കിട്ടും. ആൻഡ് ഈവൻ ഇപ്പോൾ ബലേനോയിൽ കുറച്ച് ഓഫറൊക്കെ കിട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ആ വണ്ടി കിട്ടും എന്നും പറയാം. പിന്നെ VXI മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ ഡെൽറ്റ ആയിട്ട് വ്യത്യാസം കുറവാണ്. 20,000 വ്യത്യാസമുള്ളൂ. VXI ഓപ്ഷനിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വിഫ്റ്റ് ആക്ച്വലി 6,000 രൂപ കൂടുതലാണ് ബലേനോ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ZXI അതുപോലെ സീറ്റ, നമുക്ക് സ്വിഫ്റ്റിൻ്റെ ZXI വേരിയൻറ്റ് 8.29 ലാക്സിൽ നിൽക്കുമ്പോൾ ബലേനോയുടെ സീറ്റ 8.43 നിൽക്കുന്നത്. അതുപോലെ ZXI പ്ലസ് നമുക്ക് ബലേനോയുടെ ആൽഫ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് 39,000 മാത്രമാണ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കുന്നത്. ഈ 39,000 നിങ്ങൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ഫീച്ചേഴ്സും അതുപോലെ ഇത്രയും പ്ലസ് പോയിന്റ്സ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. എഗെയിൻ ഈ പറയുന്ന പോലെ കുറച്ച് ഓഫേഴ്സ് കിട്ടുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം വരും. ഈ ഒരു പ്രൈസ് കമ്പാരിസൻ്റെ ഒക്കെ ശേഷം എനിക്ക് പേഴ്സണലി തോന്നിയത് തീർച്ചയായും നമ്മൾ സ്വിഫ്റ്റ് എടുക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബലേനോ എടുക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് എടുക്കേണ്ടി വരും. കാരണം ഈ സ്വിഫ്റ്റ് ഈ പ്രൈസിൽ ഇറക്കിയതുകൊണ്ട് അവർ അധികം വൈകാതെ തന്നെ ബലേനോയുടെ പ്രൈസ് കൂട്ടും. എന്നാലേ അത് രണ്ടും കൂടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ, സ്വിഫ്റ്റിന് പ്രൈസ് കൂടി എന്ന് പറഞ്ഞ്. അത് ജസ്റ്റിഫൈ ആണെങ്കിൽ ബലേനോയുടെ പ്രൈസ് കൂട്ടണം. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ എടുക്കേണ്ടി വരും. ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്വിഫ്റ്റ് ആൻഡ് ബലേനോയുടെ ചെറിയൊരു കമ്പാരിസൺ. പിന്നെ ഇത് സ്വിഫ്റ്റിൻ്റെയും ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് ആണ്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.